ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അടുക്കള വിശേഷങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ. ഈ അടുക്കളയിലുള്ള വിശേഷങ്ങളല്ലാണ്ട് പുറത്തുള്ള വലിയ കാഴ്ചകളൊന്നും കാണിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ. കഴിയില്ല എന്ന് വെച്ചാൽ ഞാൻ എങ്ങോട്ടും പോവാറില്ല. ഈ ഒരു വീടും ഈ അടുക്കളയായിട്ട് അങ്ങനെ കൂടും കേട്ടോ. അടുക്കളയും വീടും പരിസരമായിട്ട് അങ്ങനെ കൂടും. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ എൻ്റെ കൂടെ അടുക്കളയിൽ ഒരാളും കൂടി നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അംശം ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനും സമ്മതിക്കണില്ല. വെറുതെ കീറാച്ചിപ്പാട്ട് പാടിയനും. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിനുള്ളൊരു കുയിന്തിലിരിക്കുകയാണ് കേട്ടോ. കുയിന്തെന്ന് വെച്ചാൽ മെയിൻ്റ് ആക്കണില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ട് തന്നെ മെയിൻ്റ് ആക്കണില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാണ്ട് അടുത്ത് കൂടിയാൽ തോളിലിട്ട് കൊണ്ടുനടക്കേണ്ടി വരും. ഏതായാലും ഞാൻ മെല്ലെ ഇങ്ങനെ എടുത്ത് നോക്കിട്ടോ. പനിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇന്നിപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചൻ്റെ ശേഷം അപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കണം വിചാരിക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് പോകണമെന്ന് കരുതി നിൽക്കുകയാണ്. മെല്ലെ ഒന്ന് സോപ്പിട്ട് കൊണ്ടുനടന്ന് മെല്ലെ അവിടെ ഇരുത്തുകയാണ് കേട്ടോ ഞാൻ. വല്ലാണ്ട് അടുത്ത് കൂടിയാൽ പിന്നെ മേലൊന്നും ഒഴിയില്ല. ഇപ്പം തന്നെ എല്ലാവർക്കും ചായ കുടിക്കാനൊക്കെ വൈകിയിട്ടുണ്ട്. എൻ്റെ ഒരു ടൈം ടേബിൾ തെറ്റിയാൽ വീട്ടിലെ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ മരുന്ന് ഒഴിക്കുന്ന ടൈം ടേബിളും തെറ്റിപ്പോവും. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ചായ ആയില്ലേ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആവുമെന്ന് പറഞ്ഞിട്ട് വേഗം ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണേ. കലക്കി ദോശ ആയാൽ പിന്നെ ഒരു എളുപ്പമാണ്. എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അടുപ്പത്ത് വയ്ക്കാണ്ട് ഗ്യാസും അങ്ങനെ വെച്ചാൽ മതി. സ്റ്റൗവിലാണ് ഞാൻ ഉണ്ടാക്കുക അധികവും. മറ്റേത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയാൽ പിന്നെ അടുപ്പ് തീയൂട്ടി കത്തിച്ചുണ്ടാക്കിയിട്ട് വേണ്ടേ. അപ്പോൾ അതിമ ഇങ്ങനെ കത്തിച്ച് നിൽക്കുന്ന നേരം കൊണ്ട് ഇതായാൽ വേഗം സ്റ്റൗവിൽ വെച്ചാൽ അവിടെ ആയി കിട്ടും. അതിനെ കൊണ്ടാണ് കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ സാധാ ദോശ ഉണ്ടാക്കിയത്. പിന്നെ ഈ കീറാച്ചി പണീൻ്റെ പാട്ടല്ലേ, ഒരു സ്വസ്ഥതയില്ല ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ട്. വെറുതെ പാടിയും കൊണ്ട് നിൽക്കുക. അപ്പം ഞാനെടുക്കാൻ നോക്കുന്ന നേരത്തെ അച്ഛ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്തോ വേണ്ടാത്ത പറഞ്ഞു അച്ഛനോട്. അച്ഛനതാണ് ചിരിക്കുന്നത്. എന്താണ് അവ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. ചൂടുള്ള ദോശ വെച്ചിട്ട് ആവി വന്നിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് അമ്മൂസുട്ടി. തൊട്ട് വെക്കൊന്നുമില്ല കേട്ടോ. അതൊരു സമാധാനമാണ്. അങ്ങനെയുള്ള വികൃതിയൊന്നും ഇല്ല. അതും വലിയ ഭാഗ്യമാണ്. ഈ കീറാച്ചിപ്പാട്ട് മാത്രമേ അധികം ഉള്ളൂ. പിന്നെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിലേക്ക്. ഇതിപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് സ്ഥിരം ഇപ്പോൾ ഈ ചമ്മന്തി തന്നെയാണ് കേട്ടോ. വലിയ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുക. അത് പിന്നെ കടുകും കറിവേപ്പിലയും വെച്ചിട്ട് താളിക്കുക. ഇത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. അങ്ങനെ ദോശയ്ക്കുള്ള ചമ്മന്തിയൊക്കെ ആയി. പിന്നെ ഞാൻ ചോറിനൊക്കെ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കോരാൻ വന്നതാണേ. അപ്പോൾ ഇതാ നമ്മളെ വീടിൻ്റെ അടുത്ത് ഹൈസ്കൂളുണ്ട്. അപ്പോൾ ആ ഹൈസ്കൂളിലേക്കുള്ള കുട്ടികൾ വരുന്നത് നമ്മളെ വീട്ടിൽ വന്നിട്ട് ബൈക്ക് വെച്ചിട്ടാണ് പോവുക. ഇന്നലെ ബൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സ്കൂട്ടിയും കൊണ്ടാണ് വന്ന കുട്ടികൾ. 2-3 കുട്ടികളുണ്ട് കേട്ടോ. വീട്ടിൽ മുറ്റത്ത് ബൈക്ക് വെച്ചിട്ടാണ് സ്കൂട്ടി വെച്ചിട്ടാണ് അവർ പോണത്. അപ്പോൾ എന്നോട് പറയുന്നു. അപ്പോൾ ഞാൻ അതിനിങ്ങനെ ആന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് കേട്ടോ. പോലീസ് ഉണ്ടാവും ചേച്ചി, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വയ്ക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഓരങ്ങനെ പോയിട്ടോ. പിന്നെ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്നു. വേഗം ചോറിനുള്ള വെള്ളവും കുടിവെള്ളമൊക്കെ വയ്ക്കുകയാണേ. ചോറിന് വെള്ളം വെച്ചിട്ട് ചായ അടിക്കാതിരുന്നാൽ പിന്നെ ചായ അടിച്ച് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും ചോറിനുള്ള വെള്ളം ഒരുവിധം കാഞ്ഞിട്ടുണ്ടാവും. പിന്നെ വേഗം അരിയിട്ട് ചോറുണ്ടാക്കിയാൽ മതി. അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ട് ഞാൻ വന്നിട്ട് ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഏട്ടന് ഉച്ചവരെ പണിയുള്ളൂ എന്ന്. അപ്പോൾ ഉച്ച വരെ പണിയെടുത്തിട്ട് നമുക്ക് പുറത്ത് പോവാം, ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരാട്ടോ പറഞ്ഞിട്ടാണ് ഏട്ടൻ പോവാൻ നിൽക്കുന്നത്. അമ്മൂസിന് പൊട്ടിക്കാത്ത ദോശ വേണമെന്ന് പറഞ്ഞിട്ട് കറിയുന്നു. പിന്നെ അതങ്ങനെ കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി വേഗം ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ ഇന്നലെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇനി അതങ്ങോട്ട് ആക്കിയെടുക്കണം. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് കറി ഉണ്ടാക്കിയാലും ഏട്ടനത് പിടിക്കില്ല കേട്ടോ. പിടിക്കില്ല എന്നല്ല, എന്നെ എങ്ങനെ കളിയാക്കി കൊണ്ടുവെക്കും. ഹിന്ദിക്കാരെ കറി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിന്ദിക്കാരെ കറിയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ആളെന്നെ കളിയാക്കും. ചിലപ്പോൾ സ്നേഹം കൊണ്ടാവും കേട്ടോ. ചിലപ്പോൾ എനിക്ക് പറ്റൂല എന്നെ കളിയാക്കണത്. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. ചിലപ്പോൾ ഞാൻ പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നും നമ്മൾ അങ്ങനെ കളിയാക്കാൻ പറ്റുന്നവരോടല്ലേ കളിയാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടേ കാരനെ കളിയാക്കണേന്ന് വിചാരിക്കട്ടോ. പിന്നെ ഇതാ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കേട്ടോ ഞാൻ വയ്ക്കാറുള്ളത്.
ഇന്നിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മയൊക്കെ കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴയ ആൾക്കാരില്ല, നമുക്ക് അത്യാവശ്യം വയസ്സ് വെച്ച പ്രായമായിട്ടുണ്ട്, 60-65 വയസ്സോളം ആയിട്ടുണ്ട്. അമ്മയൊക്കെ കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. ഞാൻ പറയും, ഞാനിടുന്ന അതേ മല്ലിപ്പൊടി മുളകും പൊടി തന്നെയല്ല അമ്മ അങ്ങളും ഇടുന്നത്, പിന്നെ എന്താ നിങ്ങളെ കറിക്ക് ഇത്ര ടേസ്റ്റ് എന്ന് ചോദിക്കും ഞാൻ. അമ്മ ഇങ്ങനെ ചിരിക്കും. നമ്മൾ പറയില്ലേ, ഓരോരുത്തർക്ക് ഓരോ കൈപ്പുണ്യമാണ് പറയൂലേ. അങ്ങനെ അമ്മക്കല്ല കൈപ്പുണ്യമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ എൻ്റെ അമ്മ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ വീട്ടിൽ. ഇവിടുന്ന് ഏട്ടൻ ചെല്ലുമ്പോഴൊക്കെ ഏട്ടന് എന്നോട് ഇങ്ങനെ പറയും, അമ്മ ഉണ്ടാക്കണ ചിക്കൻ കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഈ അമ്മൻ്റെ മോൾ തന്നെ അല്ലേ നോക്കി എന്നോട്. ഞാൻ പറയും, അല്ല, ഞാൻ അമ്മൻ്റെ മോളല്ല, ഞാൻ അച്ഛൻ്റെ മോളാണെന്ന് പറയും. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉള്ളതാ ഉരുളൻകിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കറിവേപ്പിൻ്റെ ഇലയും അതൊക്കെ അങ്ങനെ വാടി വന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഒന്നും അങ്ങനെ ഇവിടെ വാങ്ങിയിട്ടില്ല കേട്ടോ. വാങ്ങിയിട്ടില്ല വെച്ചാൽ തീർന്നു. ഇനിയിപ്പോൾ വാങ്ങിയിട്ട് വേണം അതൊക്കെ. മല്ലിപ്പൊടി കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ കുറച്ചുകൂടി മല്ലിപ്പൊടിയുള്ള കറികളാണ് എനിക്കിഷ്ടം. ഇങ്ങനല്ലാത്ത കറികൾ, ഇങ്ങനെ വെളുത്തും കൊണ്ട് നിൽക്കുന്ന കറികളൊക്കെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം മല്ലിയും മഞ്ഞളും ഇടും. മുളക് കുറച്ചിട്ട് പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുക അധികവും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കറിയൊന്നും ഇനി ആയിട്ടില്ലേ, പോകണ്ടേ, ആശുപത്രിയിൽ പോകണ്ടേയൊക്കെ ചോദിച്ച് ചൂടാവുകയാണ് എന്നോട്. അങ്ങനെ ഈ ചൂടാവണ ആ ഒരു ചൂടിൽ കറിയിൽ വെള്ളം ഒഴിച്ചൊക്കെ കുറച്ച് ഏറി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി എന്താ അത്രയും തോന്നെ വെള്ളം ഒഴിച്ച കറിയിൽ നിന്ന് ചോദിക്കരുത് കേട്ടാരും. സംഭവം ഞാൻ വേജാറിലുണ്ടാക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വേജാറ് കൂട്ടി ഉണ്ടാക്കിയിട്ടാണ് കറിയിൽ വെള്ളം ഏറിയത്. പിന്നെ ഞാനത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുത്തു. പിന്നെ നമ്മളതാ മസാലകളൊക്കെ ഒന്ന് ചൂടായ ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ ആരും ചോദിക്കരുത് ഇട്ടത് എന്താ അത്ര തോന്നെ വെള്ളം ഒഴിച്ചേ ചോദിക്കണ്ട കേട്ടോ. കുറച്ച് ഏറിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വറ്റിച്ചെടുത്തു ചൂട്. അങ്ങനെ പാത്രം തുറന്ന് വെച്ചിട്ട് നല്ല പോലെ തീ കത്തിച്ചിട്ട് അങ്ങനെ വെള്ളം കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. നമ്മൾ പറയില്ല, നമുക്കൊരു സമാധാനം ഉണ്ടാവാഞ്ഞാൽ നമ്മളുണ്ടാക്കണ നമ്മളെ മനസ്സും കാര്യങ്ങളൊന്നും ഒരു സ്ഥലത്ത് നിൽക്കില്ല. അപ്പോൾ കുറച്ച് ചീത്ത ഇട്ടപ്പോൾ കറിയിൽ കുറച്ചധികം വെള്ളമായിപ്പോയി. പിന്നെ അങ്ങനെയൊക്കെ വറ്റിച്ചെടുത്ത് ചോറും കറിയൊക്കെ ആക്കി വെച്ചു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് കേട്ടോ. ഹോസ്പിറ്റലിലുള്ള ക്ലിപ്പൊക്കെ പുറത്തേന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മളിന്ന് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചത്. വീട്ടിൽ ചിക്കൻ കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും പുറത്ത് പോകുന്നല്ലേ, ഏതായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് ഏട്ടനും ഞാനും അമ്മൂസൂട്ടിയും കൂടി ഇതിൻ്റെ പേരെന്താണ്, മധുഹൂദോ അങ്ങനെ എന്തോ ഒരു ചിക്കനാണ് കേട്ടോ. പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, എന്തോ ഒന്ന് പേര് പറഞ്ഞു ഏട്ടനാണ് ഓർഡർ ചെയ്തത്. ഏതായാലും അമ്മൂസൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ആൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഓരോ പറ്റും വലിയ പറ്റായതുകൊണ്ട് അമ്മൂസൂട്ടി ഓരോ പറ്റും പെറുക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.